അതുപോലെ നമുക്കിന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാങ്ങാച്ചാർ പ്രിപ്പയർ ചെയ്താലോ. 3 മാങ്ങ 3 ക്യാരറ്റ് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോൾട്ട് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. 1 ടീസ്പൂണിൽ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യുന്നത് ഉലുവയും കടുകും കൂടെ ക്രഷ് ചെയ്തത് 2 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് തിരിഞ്ഞിട്ട് 2 മിനിറ്റ്സ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഈ സമയം നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ കടുകിട്ട് പൊട്ടിച്ചു ശേഷം കറിവേപ്പില ആഡ് ചെയ്തു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ചോപ്പ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. സ്പൈസി ആയിട്ടുള്ള മുളക് പൊടി 1 ടീസ്പൂൺ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ കൂടെ ആഡ് ചെയ്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മുളക് പൊടി കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്പം മൂക്കുന്നിടം വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പും കൂടെ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉപ്പൊക്കെ വെച്ച് തിരിഞ്ഞ് വെച്ച് മാങ്ങ ആയതുകൊണ്ട് കുറച്ച് മാത്രമേ ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ശേഷം ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ഞാനിപ്പോൾ ഒഴിച്ചേക്കുന്നത്. വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. മാങ്ങയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് കായപ്പൊടി ആഡ് ചെയ്യണം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കായപ്പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എസ്പെഷ്യലി ബിഗിനേഴ്സിന് ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ഇട്ടേക്കണേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.